നമ്മൾ എത്രയൊക്കെ ഫാൻസി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചാലും ഇതുപോലെ നാടനായിട്ട് സിമ്പിളായിട്ട് കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനം തന്നെയല്ലേ. ഇന്നത്തെ വ്ളോഗിൽ ഞാൻ ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള 2 റെസിപ്പീസ് കാണിക്കുന്നുണ്ട്. നമ്മുടെ ലക്ഷദ്വീപിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി രാത്രി വരെ, രാവിലെ തൊട്ട് രാത്രി വരെയുള്ള വ്ളോഗാണ് ഇതിപ്പോൾ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശരി, വ്ളോഗിലേക്ക് കിടക്കാം. അസ്സലാമു അലൈക്കും എവ്രി വൺ. സോ രാവിലെ സൺറൈസിന് മുമ്പാണ് ഇത്. സുബ്ഹാനല്ലാഹ്, എന്ത് ഭംഗിയല്ലേ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒട്ടും ഒരു പൊടി പോലും എഡിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ആ ഒരു വയലറ്റ് അങ്ങനത്തെ ഒരു കളറായിരുന്നു അന്ന് ദിവസം രാവിലെ കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ സൺറൈസൊക്കെ ആയി. അങ്ങനെ ഞാൻ രാവിലെ സ്ഥിരം എല്ലാ വ്ലോഗിലും കാണിക്കുന്ന മാതിരി തന്നെ ഈ വിൻഡോ തുറക്കലും പരിപാടിയൊക്കെയാണ്. വലിയ ഭംഗിയാണ് കാണാൻ. നമ്മൾ എത്രത്തോളം ലൈഫിൽ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മൾ ശരിക്കും ബ്ലെസ്ഡ് ആണല്ലേ. ഇതുപോലത്തെ ഒരു വ്യൂ ഒക്കെ കിട്ടുകയെന്ന് വെച്ചാൽ വീട്ടിൽ നിന്നും മാഷാ അല്ലാഹ്. അപ്പോൾ രാവിലെ വെള്ളം ചൂടാക്കലും അങ്ങനെയൊക്കെ ഉള്ള പരിപാടിയൊക്കെയാണ് ചെയ്യുന്നത്. ഇതിപ്പം ഞാൻ കഴിഞ്ഞ വ്ളോഗിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്ന സാധനങ്ങളൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ രാവിലെ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചാൽ പെട്ടെന്ന് അരമണിക്കൂർ ഉണ്ടാവും കാസറോളൊക്കെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ചിന് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം കാണിച്ച പോലെ ചോറ്, ചമ്മന്തി, പയർ, പിന്നെ ചെമ്മീൻ ജസ്റ്റ് ഒന്ന് റോസ്റ്റാക്കിയതാണ്. അപ്പോൾ പിന്നെ ഞാൻ ഇത് എൻ്റെ നാട്ടിൽ ശരിക്കും ഇത് അത്രയും നോസ്റ്റാൾജിക് ആയിട്ടുള്ള റെസിപ്പി എന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ എൻ്റെ നാട്ടിൽ സ്കൂളിലൊക്കെ കിട്ടുന്ന ഒരു പയറുപ്പേരിയുണ്ട്. അത് വീട്ടിലുണ്ടാകും. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നതെന്ന്. ലക്ഷദ്വീപിലാട്ടോ. ഇഫ് യു ആർ ഹിയർ ഫോർ ദ വെരി ഫസ്റ്റ് ടൈം, ഹലോ, മൈ നെയിം ഈസ് ഫസാന. ഞാൻ ലക്ഷദ്വീപിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഉണക്കമുളകൊക്കെ വാങ്ങുമ്പോൾ നമ്മളെല്ലാവരും ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല, അതുപോലെ തന്നെ ഇടും കേട്ടോ. പക്ഷേ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഇങ്ങനെ പൊടിയൊക്കെ കാണും. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് ക്ലീൻ ആക്കി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കത്തില്ല. പിന്നെ അതിനൊപ്പം തന്നെ ഞാൻ ടാമറിൻഡ് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് മോൾ എണീറ്റ്. എൻ്റെ സ്ഥിരം പരിപാടിയാണ്. ന്യൂ മോംസ് ഇത് കാണുന്നുണ്ടെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനങ്ങനെ പിന്നെ എല്ലാം അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മോളെ കൊണ്ട് താഴേക്ക് പോക്കലാണ്. പുള്ളിക്കാരുടെ സ്ഥിരം പരിപാടിയാണ് ലിഫ്റ്റ് കയറിയാൽ. അപ്പോൾ താഴെയൊക്കെ നടക്കാനായിട്ട് പോയി. ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ താഴെ ഫ്ലാറ്റിൽ ഇങ്ങനെ കുറച്ച് ഏരിയ ഉണ്ട് നടക്കാൻ, കാർ പാർക്കിങ്ങിൻ്റെ അവിടെ. അങ്ങനെ നടന്നു വന്ന് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലൈറ്റ് പക്ഷേ അതേസമയം ഹെൽത്തി ആക്കാമെന്ന് വിചാരിച്ച്. എന്നും ഇതുപോലൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് സിമ്പിളാക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പാൽ ഒരു ഗ്ലാസ് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ. അങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ പുറത്തേക്ക് നോക്കിയിരുന്ന് TV ഒക്കെ വെച്ച് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് മോള് ഒരു 11-11:30 ആകുമ്പോൾ ഉറങ്ങും. ആ ടൈമിലാണ് പിന്നെ കിച്ചണിൽ കയറിയിരുന്നത്. അപ്പോൾ ഇന്ന് കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ, ഭയങ്കര സിമ്പിളായിട്ടല്ലേ, ചോറും ഉപ്പേരിയും ചമ്മന്തിയൊക്കെ അല്ലേ ഉള്ളൂ. പിന്നെ അപ്പോൾ ഈ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ആദ്യം കോക്കനട്ട് ഓയിൽ വേണം കേട്ടോ ചെയ്യാനായിട്ട്. എണ്ണ ചൂടാക്കിയിട്ട് കടുക് താളിക്കുക, പിന്നെ ഉലുവ ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറിയതായിട്ട് ചോപ്പ് ചെയ്തിട്ട് പിന്നെ ഉണക്കമുളക് അതെല്ലാം ജസ്റ്റ് ഒന്ന് താളിച്ച് കഴിഞ്ഞാൽ നമുക്ക് സവോള ഇട്ടിട്ട് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചാൽ മതി. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ നമുക്കങ്ങനെ അടി പിടിക്കുന്ന അത്ര പേടിയൊന്നുമല്ല. അല്ലാത്ത പാത്രമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും കേട്ടോ. അങ്ങനെ സൈഡ് ബൈ സൈഡ് ഞാൻ ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ ഞാനിങ്ങനെ എന്തെങ്കിലും സവോള ആവുന്ന സമയം കൊണ്ട് ഞാൻ വേറെ ഇതിനൊക്കെ ഉള്ളത് നോക്കും. അപ്പോൾ ചമ്മന്തിക്കുള്ളത് അപ്പോഴത്തേക്ക് പിന്നെ സൈഡിൽ പെട്ടെന്ന് ചെയ്തെടുക്കലാണ്. അതിനൊന്നുമില്ല, ജസ്റ്റ് സിമ്പിളായിട്ടുള്ള, അതായത് തേങ്ങ കൂടെ തന്നെ സവോള, ഇഞ്ചി, കരിവേപ്പില, പിന്നെ മുളക് പൊടി, അത്രേ ഉള്ളൂ. പിന്നെ ഇച്ചിരി ഒന്ന് ഞാൻ ജീരകം ഇടും, ബിക്കോസ് തേങ്ങ ചിലപ്പോൾ എനിക്ക് ഇച്ചിരി വയറിൽ ഇഷ്യൂ ഉണ്ടാക്കും, അതുകൊണ്ട്. അപ്പോൾ സവോള ആയിക്കഴിഞ്ഞിട്ട് ഉപ്പേരിക്കുള്ള ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കലാണ്. ഞാൻ 1 കപ്പ് പയർ ആണ് എടുത്തത്. അപ്പോൾ അതിന് ജസ്റ്റ് ഒന്നും ഹാൻഡ്ഫുൾ ഓഫ് 2 തവണ ഹാൻഡ്ഫുൾ ഓഫ് തേങ്ങ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ തേങ്ങ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിൻ്റെ റെസിപ്പീസ് എൻ്റെ റിലേറ്റീവ്സ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് തേങ്ങ റോസ്റ്റ് ചെയ്യാതെ നമ്മൾ അഥവാ വേവിച്ചിരുന്ന പയർ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ ഒരുമാതിരി കുഴ മാതിരി ഇരിക്കും. അപ്പോൾ തേങ്ങ റോസ്റ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ചമ്മന്തി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തേങ്ങ ഇട്ടു, പിന്നെ മുളക് പൊടി
ഇതിന് പകരം നിങ്ങൾക്ക് ഉണക്കമുളക് വേണമെങ്കിൽ ഇടാം കേട്ടോ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് പിന്നെ പുളി വെല്ലമല്ലേ, ടാമറിൻ്റെ വെല്ലോ, ഇച്ചിരി ടാമറിൻ്റെ ഒരു പീസും നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചാണല്ലോ അത്, എല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അരച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതിൽ ഉപ്പും ചെറുനാരങ്ങ നീരില്ലെങ്കിൽ നമുക്ക് എന്താ വിനെഗർ അല്ലേ, അതിട്ട് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ഇത് തേങ്ങ റോസ്റ്റായി വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിന് മുകളിൽ വേവിച്ച് വെച്ച പയർ ഇട്ട് കൊടുക്കലാണ്. ഇതെല്ലാം കൂടി മിക്സാക്കി പയർ വേവിക്കുന്ന ഞാൻ കാണിച്ചുതരാം, ബിക്കോസ് സിമ്പിളാണല്ലോ. നമ്മൾ മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കലാണ്. എന്നിട്ട് ഇതിലും നമ്മൾ ഇച്ചിരി ഒന്ന് ടാമറിൻ്റെ പ്യൂര് ഇങ്ങനെ ഇട്ട് കൊടുക്കും. തേങ്ങ ചമ്മന്തിക്ക് നിർബന്ധമില്ല കേട്ടോ, പുളി ഇടുവാണെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെറുനാരങ്ങ നീരിട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഇതും ആയിക്കഴിഞ്ഞ് ഉപ്പ് ഇട്ട് കഴിഞ്ഞ് പെട്ടെന്ന് നമുക്ക് തിരക്ക് പിടിച്ച ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റിയതാണ്. പക്ഷേ എനിക്കറിയത്തില്ല, ഞാൻ എത്രത്തോളം ചിക്കനും ബീഫ് അതൊക്കെ കഴിച്ചാലുണ്ടല്ലോ, ഈ ഒരു ടൈപ്പ് ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഭയങ്കര നോസ്റ്റാൾജിക്കും ഭയങ്കര ലൈറ്റാണ് സത്യത്തിൽ, അല്ലേ? നിങ്ങൾ എന്ത് പറയുന്നു? അപ്പോൾ അത് ചമ്മന്തിയുമായി ചോറുമായി പയറുമായി ലഞ്ച് റെഡി. സത്യം. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ചെമ്മീൻ ഉണ്ട്. ചെമ്മീൻ ഞാൻ വെച്ചതല്ല കേട്ടോ, ഇവിടെ തൊട്ടടുത്തൊരു മെസ്സുണ്ട്. ഒരു 80 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ 2 പേർക്ക് കഴിക്കാനുള്ള ചെമ്മീൻ റോസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മീൻ നാട്ടിൽ നിന്ന് മീൻ വരികയാണെങ്കിൽ മാത്രമാണ് വെക്കൽ, ഇല്ലെങ്കിൽ അവിടെ നിന്ന് വാങ്ങലാണ്. പക്ഷേ 2 പേർക്കായിക്കൊണ്ട് അങ്ങനെ അവിടെ നിന്ന് നല്ല മീൻ കിട്ടും. അപ്പം അങ്ങനെ ചെമ്മീൻ ഞങ്ങൾ പ്രോൺസ് അവിടെ നിന്ന് റോസ്റ്റ് അവിടെ നിന്ന് വാങ്ങിയതാണ്. അപ്പം ചോറും ഞാൻ റെഡിയായി ഊറ്റി കഴിഞ്ഞ് ഇങ്ങനെ എല്ലാം വെക്കലാണ്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒതുക്കിയിട്ട് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് കയറി. ഇപ്പം നല്ല വീട്ടിൽ വെച്ച മിക്സഡ് വെജിറ്റബിളും കുറച്ച് മീൻ ഇട്ടിട്ടുണ്ട്, അച്ചാറും ചമ്മന്തിയും. ഈ ഒരു എൻ്റെ ഫേവറേറ്റ് ആണ് ഇത്, പയറിൻ്റെ തോരനും. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ചെമ്മീനിൻ്റെ ചെറിയൊരു റോസ്റ്റ്. എനിക്ക് കറി നിർബന്ധമല്ല, ചിലർ ഇതിനകത്ത് മീൻ കറി പിന്നെ നമ്മുടെ രസമൊക്കെ ഇട്ട് കൊടുക്കും, പക്ഷേ എനിക്കിഷ്ടമല്ല. അങ്ങനെ ഉച്ചയ്ക്കെല്ലാം കഴിഞ്ഞ് പിന്നെ ഭയങ്കര ജസ്റ്റ് ഒന്ന് പുറത്തു പോയി വന്നിട്ട് രാത്രിയാണ് പിന്നെ കാണിക്കുന്നത്. രാത്രി ഞാൻ ഡിന്നറിന് വേണ്ടി കയറിയതാണ്. അപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്നും കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും കഴിക്കും, ഫറട്ട എന്ന് പറയും. ഞാൻ നേരത്തെ ഒരു 3 years ബാക്ക് എൻ്റെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫറട്ടയുടെ റെസിപ്പി. ചപ്പാത്തിയും പൊറോട്ടയുടെ ഒക്കെ പകരം കഴിക്കാൻ പറ്റിയവരായിട്ടാണ്. ഇതിൻ്റെ റീൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. മാഷാല്ലാ നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മൈദയിലാണ്, അതിൻ്റെ ഒത്തൻറ്റിക് റെസിപ്പി മൈദയിലാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് ഞാനിപ്പോൾ ആട്ടയിലാണ് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. കുറച്ച് പേരിങ്ങനെ ഇപ്പം ആട്ടയിലിങ്ങനെ എല്ലാവരും ചെയ്യലുണ്ട്, അപ്പോൾ ആട്ടയിലാണ് ഞാൻ ഈ ഒരു റെസിപ്പി കാണിക്കാൻ പോകുന്നത്. നന്നായിട്ട് വരും കേട്ടോ. അപ്പം പിന്നെ കറി ഉള്ളത് ഞാൻ ഉച്ചയ്ക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ 2 കപ്പ് ആട്ട കേട്ടോ, നിങ്ങൾ ഏത് കപ്പിലാണോ എടുക്കുന്നത് ആ കപ്പിന് 2 കപ്പ് ആട്ട. 2 കപ്പ് ആട്ടയിൽ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇച്ചിരി ഒരു പൊടിക്ക് നമ്മുടെ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. ഇത് നിർബന്ധമില്ല കേട്ടോ ഒട്ടും, പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. ചിലർ അങ്ങനെ അത്ര വേണ്ടല്ലോ നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് കൊടുക്കലുണ്ട്. പിന്നെ നല്ല തിളച്ച വെള്ളത്തിൽ 4 ടീസ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് കലക്കിയിട്ട് ഇതിലേക്ക് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇങ്ങനെ പയ്യെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല തിളച്ച വെള്ളമാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും പുക വരുന്നത് അല്ലേ. അപ്പോൾ കൈ വെച്ചിട്ട് നമുക്ക് ആദ്യം കുഴയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് കുറച്ച് നേരം ഒരു 2 മിനിറ്റ് ആ ഒരു ചൂട് ജസ്റ്റ് ഒന്ന് ആറ് നേരം അടച്ചു വെച്ചിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്ന മാതിരി കുഴച്ചെടുക്കാം. ഇതാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കുഴയ്ക്കുന്നത് പറയുന്നത്. ബിക്കോസ് ബാക്കിയൊക്കെ നമ്മളെല്ലാവർക്കും അറിയാവുന്ന പോലെ 4ആയിട്ട് മടക്കി ഇങ്ങനെ നമ്മുടെ കോഴിക്കോടിലെ കണ്ണൂശ പത്തിരിയല്ലേ, അതിൻ്റെയൊക്കെ ചെറിയൊരു രീതിയിലാണ് മടക്കിയിട്ട് ഇങ്ങനെ പരത്തുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ചൊക്കെ ഓയിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ട് ചപ്പാത്തി കുഴിക്കുന്ന മാതിരി നന്നായിട്ട് സോഫ്റ്റായിട്ട് ഇത് കുഴച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ചൂട് വെള്ളമായിരിക്കും ഒഴിക്കുന്നത്, തിളച്ച വെള്ളം ഒഴിക്കുന്നത് കാണിച്ചു. അപ്പം അപ്പം തന്നെ കയ്യിലിടുന്നത് ഭയങ്കര ചൂടായിരിക്കും. കുറച്ചൊരു 1-2 മിനിറ്റ്സ് വെച്ചിട്ട് ചൂട് നാറുമ്പോൾ കുഴച്ചെടുത്താൽ മതി. എന്നാലും അത്യാവശ്യം ചൂട് ചെയ്താൽ സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ടിപ്പോൾ ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് അടിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചൂട് എളുപ്പത്തിൽ പരത്താൻ പറ്റും. അപ്പോൾ ഒരു 5 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും.
ഞാൻ സത്യത്തിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അധികം സൗണ്ട് ഇല്ലെന്ന് വിചാരിച്ച് ഇപ്പോഴേ മനസ്സിലാകുന്നത്. ബിക്കോസ് ഞാൻ അന്നായിരുന്നു മൈക്ക് ടെസ്റ്റ് ചെയ്തത് ഇത് വീഡിയോ എടുത്തതെന്ന്. അപ്പോൾ ദാ ചപ്പാത്തി ഇങ്ങനെ ലൈക്ക് പറാട്ട ഇങ്ങനെ പരത്തുന്ന മാതിരി ഞാൻ റീലിൽ കുറച്ചുകൂടി ക്ലോസറിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്, ക്ലോസപ്പിൽ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ എങ്ങനെയാണ് പരത്തുന്നത്. ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ദാ ഇങ്ങനെ ചപ്പാത്തി പരത്തുന്ന മാതിരി തന്നെ ഇത് സാധാരണ കുറച്ചുകൂടി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്യുന്ന ആവശ്യമില്ല കേട്ടോ, ഫ്ലോർ ഡസ്റ്റ് ചെയ്യുന്ന ആവശ്യമില്ല, നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴും ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചപ്പാത്തിക്ക് പരത്തുമ്പോഴും നമ്മളിങ്ങനെ ഫ്ലോർ ജസ്റ്റ് ഒന്ന് ഡസ്റ്റിങ് ചെയ്യുമല്ലോ, ഇത് ചെയ്തിട്ട് 4ആയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് സ്ക്വയറായിട്ട് വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. ഞാൻ ആ റീലിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റേത് അത്ര സ്ക്വയറൊന്നും ആയിരിക്കത്തില്ല, ബിക്കോസ് ഞാൻ സ്ഥിരം ഇത് ഉണ്ടാക്കലില്ല. പക്ഷേ എന്തുവാ ടേസ്റ്റിലല്ലേ കാര്യമായിരിക്കുന്നത്. അപ്പോൾ അതാ ഇങ്ങനെ എല്ലാം ഇതുമാതിരി പരത്തിയെടുക്കണം. പിന്നെ ഇത് പരത്തിയിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്നിങ്ങനെ ഇട്ട് വയ്ക്കുമല്ലോ. ഇപ്പോൾ ചൂടുള്ള സമയമാണെങ്കിൽ നമ്മൾ ഡസ്റ്റിങ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പരത്തിയിട്ട് അപ്പോൾ തന്നെ ചുട്ടെടുക്കണം എന്നില്ലല്ലോ. അപ്പം ജസ്റ്റ് ഒന്നിന് മേലൊന്ന് വെക്കുമ്പോൾ ചെറുതായിട്ട് പൗഡർ ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ട് വേണം കേട്ടോ വെക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒട്ടിപ്പിടിച്ചിട്ടേ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. എനിക്ക് സംഭവിച്ചതാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ചിക്കന് ഞാൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പം അതിൻ്റെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് കാണിക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഇൻഷാ അല്ലാഹ് ഞാൻ ഡീറ്റെയിൽ റെസിപ്പി കാണിക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒട്ടും അധികം വർക്ക് ഇല്ലാത്ത ഒരു ലൈക്ക് റെസിപ്പിയാണ്. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ വേറെ ബ്ലോഗിൽ. ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. ആദ്യം എണ്ണ ഒന്ന് ചൂടാക്കി ലൈക്ക് വെജിറ്റബിൾ ഓയിലാണ് ചെയ്യുന്നത്. ബിക്കോസ് ഞാൻ നേരത്തെ കഴിഞ്ഞ ബ്ലോഗിൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോർത്ത് ഇന്ത്യൻ റെസിപ്പീസ് ഞാൻ കൂടുതൽ വെജിറ്റബിൾ ഓയിലാണ് ചെയ്യൽ. അപ്പം ആദ്യം എണ്ണ ചൂടാകുമ്പം മറ്റേ ഹോൾ സ്പൈസസ് അല്ലേ, ഗ്രാമ്പൂ, ഏലക്ക, പട്ട, ബേ ലീഫ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ചെറിയ ജീരകം ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇത് റോസ്റ്റാക്കി നമുക്ക് ആദ്യം എടുക്കണം. ഇത് ഞാൻ ബട്ടർ മസാല അല്ല, പക്ഷേ ഇതെല്ലാം മറ്റേ നട്ട്സൊക്കെ അല്ലേ, കാഷ്യൂ, ബദാം, പിസ്റ്റ, മുന്തിരി, അതൊക്കെ എല്ലാം കൂടി അരച്ച് വെച്ചിട്ട് ലൈക്ക് മസാലയിൽ അരച്ച് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം ഹോൾ സ്പൈസസ് ഒന്ന് റോസ്റ്റായി വരുമ്പം നമുക്ക് ഇതിനകത്ത് എണ്ണ ചൂടാക്കിയിട്ട് ഓണിയനൊന്നും ജസ്റ്റ് ഒന്ന് കാരമലൈസ്ഡ് ചെയ്ത് എടുക്കണം കേട്ടോ. ബാക്കി തക്കാളി ഐറ്റംസ്, മസാല ഐറ്റംസ് ഒന്നും ഇടുന്നില്ല. മാരിനേറ്റ് ചെയ്ത ആ ഒരു ചിക്കൻ ഹോളായിട്ടാണ് ഇതിൽ ഇട്ട് കൊടുക്കല്. ഞാനിത് ഓൾറെഡി ഉച്ചയ്ക്ക് ചെയ്ത് വെച്ചതാ. ഞാനതിൽ എന്തുവാ മറ്റേ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സ് അല്ലേ, നിങ്ങളുടെ ഏതാ നട്ട്സ് ഉണ്ടെന്ന് വെച്ചാൽ ഞാനിതിനകത്ത് കാഷ്യൂ, ബദാം, പിസ്റ്റ 3 ഇട്ടിട്ടുണ്ട്. പിന്നെ മുളക് പൊടിയും ഗരം മസാലയും പിന്നെ കൊറിയാണ്ടർ പൗഡറും ഉപ്പും തൈരും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അരച്ചെടുത്തിട്ട് മാരിനേറ്റ് ചെയ്ത് ഉച്ചയ്ക്ക് വെച്ചതാ. ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 8 hours എന്നാണ് ആയിട്ടുണ്ട് കേട്ടോ ഇത് ചെയ്തിട്ട്. മോർ ദാൻ 8 hours ആയിട്ടുണ്ട്. ഇതിന് ഡീറ്റെയിൽഡ് റെസിപ്പി വേണമെങ്കിൽ കാണിക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. ബട്ടറൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ ഓണിയന് ഓൾറെഡി കാരമലൈസ്ഡ് ആയിട്ടുണ്ട്. ഈ സമയത്ത് ചെറിയ മുന്തിരി ഉണ്ടെങ്കിൽ, ചെറിയ മുന്തിരി അല്ലേ, റൈസിൻസ്, അതുണ്ടെങ്കിൽ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഉണക്ക മുന്തിരി, യെസ് ബേബി, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് മാരിനേറ്റ് ചെയ്ത ഐറ്റംസ് എല്ലാം ഇതിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്. നമ്മൾ ഇതിൽ വെള്ളം ആദ്യം ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം ഇത്. പിന്നെ എന്താ പറയുക, നിങ്ങൾക്ക് ക്രീമല്ലേ, ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഫ്രഷ് ക്രീം ഇടലൊന്നും ഇല്ല കേട്ടോ. ഞാൻ പിന്നെ പറഞ്ഞുതരാം എന്താ ഇടണമെന്ന്. പിന്നെ ഇതിന് മുകളിൽ നമ്മൾ കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. കസൂരി മേത്തി നോർത്ത് ഇന്ത്യൻസിൻ്റെ ഏത് റെസിപ്പി ആണെങ്കിലും കസൂരി മേത്തി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര നല്ല ഫ്ലേവറാണ് കേട്ടോ. അപ്പം എന്തായാലും നോർത്ത് ഇന്ത്യൻ റെസിപ്പീസ് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് എന്തായാലും മനസ്സിലാവും. അപ്പോൾ കസൂരി മേത്തിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്ക് എണ്ണ ഇങ്ങനെ സെപ്പറേറ്റ് ആയി വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഉപ്പും ഒക്കെ ഓൾറെഡി ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല.
അപ്പോൾ ദാ കുറച്ച് നേരം ഇത് അടച്ചു വെച്ചപ്പോഴത്തേക്ക് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിൽ ഇച്ചിരി പാൽ ഒഴിച്ചു കൊടുക്കലാണ്. ഞാൻ പറഞ്ഞ മാതിരി ഫ്രഷ് ക്രീം ഒഴിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതിന് പകരം പാലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് വേറെ ഒന്നുമില്ല, ഞാൻ സംസാരിക്കുന്നുണ്ട്. പാലാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് പകരം. അപ്പം പാല് നമ്മൾ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിളപ്പിക്കുമ്പോൾ നമുക്കറിയാമല്ലോ അതൊരു ക്രീമി കൺസിസ്റ്റൻസി ആയിട്ട് വരും. അപ്പോൾ ഒരു ഭയങ്കര ഒരു ക്രീമി ഫ്ലേവറും ഉണ്ട്, അതിനൊപ്പം തന്നെ മസാലയുടെ ഫ്ലേവറും കിട്ടും. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഫ്രഷ് ക്രീം വാങ്ങിച്ചിട്ട് ഒഴിക്കുന്ന ആവശ്യമില്ല. പക്ഷേ അത് ഒഴിക്കുന്നവർക്ക് ഒഴിക്കാം, അതിന് വേറെ ഒരു ടേസ്റ്റ് തന്നെ. പക്ഷേ ഇതും ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഓൾറെഡി ഇപ്പോൾ കാഷ്യൂവും ബദാമും പിസ്റ്റ അതൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ക്രീമിനെസ്സും കരിക്കും ഉണ്ട്. അപ്പോൾ അപ്പോഴത്തേക്കും നമ്മുടെ കറി റെഡിയായി കിട്ടി. പിന്നെ ഞാൻ എപ്പോഴും നോർത്ത് ഇന്ത്യൻ റെസിപ്പി ആണെങ്കിലും എപ്പോഴും പറയുന്ന മാതിരി എന്ത് മസാല ഇട്ടാലും ഇച്ചിരി ഒന്ന് നമ്മൾ ഷുഗർ ഇട്ട് കൊടുക്കണം. ഒരു പൊടിക്ക് ഒരു ഹാഫ് ടീസ്പൂൺ കഷ്ടിച്ച് മതി. ഹാഫ് ടീസ്പൂൺ 1 ടീസ്പൂൺ വേണമെന്നില്ല, ഒരു ഹാഫ് 3/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് നല്ല ബാലൻസ്ഡ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ സൈഡിൽ പാന് ചൂടാക്കി വെച്ചിട്ടുണ്ട്, പറാട്ട ഉണ്ടാക്കിയെടുക്കലാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം. സിമ്പിളായിട്ട് നമ്മൾ ചപ്പാത്തിക്ക് ചുടുന്ന മാതിരി തന്നെയാണ് ഇതും ചുട്ടെടുക്കുന്നത്. ആകെ ഉള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഓയിലിടും. അപ്പോൾ ആദ്യം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂട് ബബിൾസ് വരുന്ന അത്രേ വയ്ക്കുക, ഒരു 20 സെക്കൻഡ്സ് മാക്സിമം. എന്നിട്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ടിട്ട് ഹൈ ഫ്ലെയിമിലാകണം കേട്ടോ. അല്ലെങ്കിൽ മൊത്തത്തിൽ നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ ചെയ്തെടുത്താലും മതി. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് തീ ഒന്ന് ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇത് ചുട്ടെടുത്താലും മതി. എന്നിട്ട് ഓയിൽ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് മാതിരി കുപ്പിയിലിട്ട് കൊടുത്താലും മതി. പിന്നെ ജസ്റ്റ് ഒന്ന് പൊങ്ങി വരും, നെക്സ്റ്റ് സൈഡ് ഇടുക, ഓയിൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് ഇത് അത്യാവശ്യം ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ. എന്നിട്ട് നമ്മളിതിങ്ങനെ 4 സൈഡിലും ചപ്പാത്തി ചുടുമ്പോൾ നമ്മൾ ആക്കി കൊടുക്കുമല്ലോ, അങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ്സായി കൊടുക്കുക. എന്നിട്ട് തിരിച്ചിട്ടിട്ട് അപ്പോൾ തന്നെ നമ്മൾ എടുക്കാം കേട്ടോ. ലൈക്ക് 2-3 ടൈംസേ നമ്മൾ ഫ്ലിപ്പ് ചെയ്യാൻ പാടുള്ളൂ. അതിനേക്കാളും കൂടുതൽ ഫ്ലിപ്പായി കഴിഞ്ഞാൽ ഇത് ഹാർഡായി പോകും കുറച്ച് കഴിയുമ്പോൾ. ചപ്പാത്തിയും അങ്ങനെ തന്നെയല്ലേ, ഓവർ തിരിച്ചും മറിച്ചും ഇട്ട് കഴിഞ്ഞാൽ ഇത് ഹാർഡായി പോകുമല്ലോ. അങ്ങനെ അപ്പം ഓയിൽ ഇടുന്ന കൊണ്ട് നമ്മൾ എന്താ പറയുക, ഭയങ്കരമായിട്ട് പാനിൽ ഇങ്ങനെ പുക വരും. അതാണ് ഞാനിങ്ങനെ തീ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി മൊത്തത്തിൽ മീഡിയത്തിൽ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ എല്ലാ പറാട്ടയും ഇങ്ങനെ ചുട്ടെടുക്കാം. ഈ പറാട്ട എന്ന് പറഞ്ഞാൽ ഫറട്ടയാണ്. നമ്മുടെ നാട്ടിലത്തെ മിനിക്കോയിലെ മഹൽ ലാംഗ്വേജിലും ഇതിൽ പറയുന്നത് ഫറട്ട. ഇത് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ചപ്പാത്തി, പൊറോട്ട അതിൻ്റെയൊക്കെ പകരം എല്ലാത്തിൻ്റെയും കൂടി കോംബോ ആയിട്ട് പോകുന്ന ഒരു എന്താ പറയുക, ഒരു ബ്രെഡാണ് ഈ ഫറട്ട എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ശരിക്കും അവിടെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഇത് കഴിക്കുന്നത്. അവിടെ മിനിക്കോയിന്ന് ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. പിന്നെ ഞാൻ റീലിൽ പറഞ്ഞ മാതിരി ഷേപ്പില്ലെന്ന് പറഞ്ഞ ആരും വരില്ലേ, ഞാൻ സ്ഥിരം ഉണ്ടാക്കാത്തതുകൊണ്ട് ആ ഒരു പക്കാ സ്ക്വയർ ഷേപ്പിൽ ഇത് വരത്തില്ല. അപ്പോൾ ഇതാ നമ്മൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അങ്ങനെ എല്ലാം ഒതുക്കലാണ്. പിന്നെ നേരത്തെ ചിക്കൻ കറിയൊക്കെ ഞാൻ പറഞ്ഞില്ല, പാലൊഴിച്ച് ജസ്റ്റ് ഒന്ന് അതിന് മുകളിൽ കൊറിയാൻഡർ ലീവ്സ് ഇട്ട് കൊടുത്താൽ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ അത് ലൈക്ക് ജീര റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും, സാധാരണ ചാവലിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇൻഷാല്ലാ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം പിന്നെ പുതിയ വ്ലോഗായിട്ട് വരാം, ഇതുപോലെ പുതിയ റെസിപ്പീസും. ഇൻഷാല്ലാ ഇനി മിക്കവാറും നോയമ്പ് റിലേറ്റഡ് ആയിരിക്കും കൂടുതൽ വ്ലോഗ്സ് വരാൻ പോകുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇൻഷാല്ലാ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ബിഗ് താങ്ക് യു ഇത്ര വരെ കണ്ടതിന്. അപ്പോൾ ശരി, അസ്സലാമു അലൈക്കും.